வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சௌதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே கேஸ், எல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். பேலமாக்கா. எஸ். അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകല. അവൻ ചെന്ന് മാലിനോട് പറയും, പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ല്. அதான் I had bad signs. ஓடித்தண்டா. ஐயோ, தனியா வேற போயிட்டு இருக்காரு. അവിടെ നിക്കടാ. ഈ തുറക്കാരുടെ കുറെ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണോ? പോടെ വേളെ, നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരനാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. മനുഷ്യന്മാരെ വഴിയടക്കത്തെ എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടുണ്ടല്ലോ, ഒറ്റ പിച്ചിട്ട് ഞാൻ ஃபைட்டும் கேரக்டர்லயே மெயின்டைன் பண்றது பாசிபிள். அடா பாவிகளா, இப்படி ஒரு சீன் எதிர்பார்த்தீங்களா? அம்மா இல்ல, அவங்க அம்மா இல்ல, அவங்க அம்மா தான்டா. അനുഭവിക്ക്, അമ്മയും മോനും കൂടി അനുഭവിക്ക്. വളർത്തിയെടുത്താലേ ചത്ത് തലക്ക് മുകളിലിരിക്കുന്ന തള്ളയെടുത്ത് പോയി പരാതി പറ. എനിക്ക് മേല ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല. ഇവൻ ഒരുത്ത കാരണം ജയിലിൽ കിടന്ന് തൊലഞ്ഞത് എന്റെ ജീവിതമാണ്. ഒന്നും മുണ്ടാണ്ടിരി, ചെക്കനപ്പുറത്തിരിപ്പുണ്ട്. ചെക്കനാവൻ ചെക്കനായിരുന്നെങ്കിൽ നാട്ടുകാർ പിടിച്ചിരിക്കുന്ന തുണിയില്ലയോ? അവനെ പറ്റ തള്ളയായ നിനക്കെങ്കിലും ഉറപ്പണ്ട അവൻ ചെക്കനാന്ന്. அவங்க பாட்டியோட இடம் அது நினைக்கிறேன். പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാരും ഇങ്ങനെ വളർത്തിയത്. എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തശ്ശി? എന്റെ മോൻ ആൺകുട്ടിയാണെന്ന് ഈ തുറക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെൺകുച്ചുങ്ങൾ മോഹിക്കണം. മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്. யாரு? மாலுவா? மாலுவா தரும். ஓ, ஒரு சைட் அடிக்கிறாருப்பா இப்போதான். ஓகே, கண்ணாடியா? இந்த படத்துல டிரான்ஸ்ஃபர்மேஷன் இதா இருக்கு தெரியலையே. சட்டை എന്റെ മോനെ കണ്ട് பாரு, இதுக்கப்புறம் தான் அவருக்கு அப்படி தோணவே മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. ഓക്കെ. அவங்களும் இப்ப புரிஞ்சுக்கிட்டாங்களோ? அவங்களுக்கு அந்த இவரோட டிஃபரண்ட் ஃபீலிங்ஸ் புரிய ஆரம்பிக்குதுன்னு நினைக்கிறேன். பர்சனாலிட்டி சேஞ்ச் டிஃபரன்ஸ். அதான். ஓகே, சுதா முடிஞ்சு. ஏய், இந்த ஐட்டம் இப்படி நடந்து போய் நான் பார்த்ததே இல்லை மேன். அது வாட்? அதேதான். சங்குல இருந்து நண்டு வருது. நண்டா? என்ன ஐட்டம் இது? அதான் இப்படி ஒரு அனிமல் பார்த்தது இல்லப்பா. രാധ എവിടെ? ஆஹா,
ஓகே, எனக்கு கைண்ட் ஆஃப் ஐடியா என்ன இருக்கு. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട. ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പെടും. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നവരല്ലടാ നമ്മള്. ശരിക്കും തല്ലി അവന്മാരെ. തല്ലിയാന്ന ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ രണ്ടും നിർത്തണം. എന്നിട്ട് അവന്മാരെ എന്നെ കുനിഞ്ഞു നോക്കട്ടെ, ആണാണോ പെണ്ണാണോ. தூரானா ஓ அப்படியா? അതൊക്കെ നല്ല അഭിപ്രായടോ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവക്ക് ഇഷ്ടമാണെന്ന്. யார் மாலுவா? നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല തുറയിലക്ഷം സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനിയിപ്പൊ ആശാൻ സമ്മതിച്ചില്ലേലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ പെട്ട നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വേണമെന്ന എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലെ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിപ്പയാണ്. அப்படின்னா മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടിച്ചോറിയുണ്ട്. അത് നീ എങ്ങനെയുണ്ട്? തൊങ്കിച്ചാടി കളിച്ചപ്പോ കല്യാണം കഴിഞ്ഞ കെട്ടിയോളൂ കൂടി മാറ്റിക്കൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ട്. അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ആ, ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. இவரே போயிருக்கலாம். എടാ വണ്ടി കയറ്റി കൊണ്ടുപോവാ. അതിൽ ചാള കയറ്റിയാൽ മതി, ചൊറി പിടിക്കാൻ പോണതിനെ. அநேகமா இவரே ப்ரொபோஸ் பண்ணிடுவான்னு நினைக்கிறேன். ഭദ്ര പറഞ്ഞ അന്വേഷിച്ചെന്ന്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താ? മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം. കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ஓ ഇഷ്ടമാണ്. കുമാരേട്ടൻ അങ്ങനെ പറഞ്ഞ? ശരിക്കും പറഞ്ഞതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാനെന്ത് പറയാൻ? മറുപടി പറയേണ്ടത് നീയല്ലേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നിന്റെ അഭിപ്രായം? കുമാരൻ നല്ല കാശുള്ള ആളല്ലേ. ഈ തുറയില് സിലിക്കിന്റെ കുപ്പായിടുന്നത് അയാൾ മാത്ര. പിന്നെ അയാളുടെ മസിലി കണ്ടോ, നല്ല ചാളത്തടി പോലെ ഇരിക്കും. കാര്യം ആള് വൃത്തികെട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ. ஓ பரவாயில்லையே, நல்லா ச்சே, அதான் ഇഷ്ടാണോ? ഇഷ്ടമാണ്. എന്താ എന്താ നിന്റെ മുഖം മാറിയ? ഒന്നുമില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നത് ഞാൻ കരുതി. കുമാരേട്ടൻ എന്താ കുഴപ്പം? നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള്, ஓகே. காலு ഇടി കൊടുക്കണ ആള്. എന്നെ ആള് നല്ല പൊന്നു പോലെ നോയിക്കോളും. ഇതേ കൂടെ அவங்களுக்கு தெரிஞ்சிருக்கு. லெக் புல் பண்றா. ശരിയാ. ശരിയാണോ? മനു വെറുതെ ஓகே. போச்சு, குமாரன் போட்டு பொழக போறாரு பார்த்து. உங்க ஒண்ணா வளர்ந்தாங்க. Oh no. இப்பதான் மாட்டினாரு. Oh no. Oh no. ഭയങ്കര കഷ്ടമുള്ള. ഇന്നത്തെ കാര്യമില്ലടി, ഒരു വെള്ളത്തിനും മീനില്ല, എല്ലാവരും മടങ്ങുകയാണ്. പോവാ. ഇപ്പൊ തുറയില് പട്ടിണിയും തുടങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണ ലക്ഷണവും കാണണില്ല. കടൽ ഒടിഞ്ഞു തന്നെ കിടക്കുവാണ്. ചേറിന്റെ മണം പോലും ഇല്ല. ചാകരിലുണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണ ഏർപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെ കടൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? കടലിൽ നടക്കാത്ത കാര്യങ്ങൾ വല്ലതും കരയിലുണ്ടായ? അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഏട്ടാ. നീ ഐസ് വെക്കാൻ കടലിൽ പോയിട്ടുണ്ടാ? ഇല്ലല്ല. ഇവർ ലൂസിഫറിൽ വരുവാ. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മടം വെച്ച് കടലിൽ പോണ ഞങ്ങളുടെ ബലം. മനസ്സിലായടാ? നിങ്ങൾ തോറയിലാശാനെ കണ്ട് സങ്കടം പറ. ഒരു വറുതി വരുമ്പോ അതാണ് ഇവിടുത്തെ പതിവ്. ആശാൻ കടലമ്മക്ക് ഒരു കല്ലുവിളക്ക് തീർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല. മാളുவோட அப்பா. அதுதான் தெரியுதே. കുഴപ്പങ്ങളാണല്ല വെളിപാടാകുന്നത്. എന്താണ് ആശാനെ? കടലമ്മ അപശകനം കാണുന്നു. അപശകനം കാണിക്കണ തുറ മുഴുവൻ കടലെടുത്തു പോകുന്ന, അല്ലെങ്കിൽ കടല് കനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും. അതിനിപ്പ കടലമ്മ എന്താ അവസാനം കണ്ടെന്നാ പറയണത്? ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം. കടലമ്മ കാണുന്ന അപശകനും അവനാണ്. ஆஹா, പെണ്ണും കെട്ട രാധ. வந்து எனக்கு சொல்லிட்டாங்க. தெரிஞ்ச நியூஸ் இங்க சொல்லிட்டாரு போல. நியூஸ் வந்துருச்சு. പുരാണങ്ങളിൽ പോലും അതിന് பின்னாடி ദൃഷ്ടാന്തങ്ങൾ. உட்காந்துருக்கான். ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ?
ഇവിടെയും കടലമ്മ കനിയാതെ കീഴടങ്ങി നിൽക്കുക. ഈ കീഴടങ്ങിലിൽ മരണമുണ്ട്. എന്തോ ഇത്രയും കാലം അവൻ ഈ തുറയിലുണ്ടായിരുന്നല്ലേ, ഇപ്പൊ മാത്രം പ്രായപൂർത്തിയാവുമ്പോഴാണ് സ്ത്രീയാകണതും പുരുഷനാകണതും. ഇത് രണ്ടും അല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല. പ്രായപൂർത്തിയായി കടലിന്റെ മാറിലാട്ട് ഇറങ്ങേണ്ടവൻ നപുംസമായി പോയാൽ ഇതിനെന്തെങ്കിലും പരിഹാര കർമ്മങ്ങള്? പരിഹാരങ്ങളുണ്ട്. കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോണം. അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം. ബാഡ് ടൈമിംഗ്. ദിസ് ഇസ് നോട്ട് പ്രൊഫഷണലിസം ഇനി ദോ. എല്ലാവർക്കും പോകാം. എല്ലാവർക്കും പോകാൻ ആശാൻ പറഞ്ഞത് കേട്ടില്ലേ? മാലു, ഇനി ഈ മുറ്റത്ത് നീ കാലുകുത്തരുത്. ജീവൻ വേണേ പൊയ്ക്കോ, ഈ തുറ വിട്ടു വയ്ക്കോ. അല്ലെങ്കിൽ ഈ തുറക്കാര് നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും. ഇതീ കൂടെ ഇനി എന്താടി കേൾക്കേണ്ടത്? കരക്കാര് മുഴുവൻ പറഞ്ഞ കേട്ടില്ലേ? അവൻ കാരനോട് തുറമുടിയണെന്ന്. പറയണൊരു പറയട്ടെ, ആർക്കാ പറയാൻ പറ്റാത്തത്? ഇതുവരെ കേൾക്കാത്തൊരു വർത്താനം കൊണ്ട് വന്നിരിക്കുന്ന കണാരീട്ടാ. കണാരീട്ടനെ അറിഞ്ഞില്ലേ തുറയില് പുതിയ കണ്ടുപിടുത്തം? ഈ തുറക്കാർക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ച? തുറക്കാരെ പറഞ്ഞിട്ട് എന്തോ കാര്യം? തുറലേശൻ വെളിപാടായിട്ട് പറഞ്ഞാൽ പിന്നെ അതിന് എതിരുണ്ടായിട്ടില്ല. ഓ, തുറയിലാശാൻ പറഞ്ഞ ഇവിടെ എല്ലാവർക്കും വേദവാക്യമാണല്ല. അങ്ങേത മെമ്പർ നോക്കി ദീനം വന്ന് കിടന്നപ്പ ഇവർ സപ്പോർട്ട് പண்றாருப்பா அவரு. പറഞ്ഞത് ഇത് ആര് വന്ന് കിടക്കറോ? നിയമറിയാവുന്ന ആളാ. ഇങ്ങനെ കഥ ഉണ്ടാക്കി പറയേണ്ട കാര്യം അങ്ങേർക്കുണ്ട്. അപ്പൊ കണാരീട്ടനെ അത് വിശ്വസിച്ചിരിക്കണ? ഒന്നുമില്ലാണ്ട് ഈ കടലിൽ ഇങ്ങനെ കരിയുവാ. അല്ലേ അരി മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് എന്തിയേ? അരി വഴി ഞാൻ ചത്തുപോയതിന്റെ അച്ഛൻ കാശൊന്നും തടി. അരി തരേണ്ട കടലിതേ അപ്പുറത്തുണ്ട് എന്ന് ചോദിക്ക്, ഞാൻ കൊണ്ട് തരും. സെൽഫിഷ് പീപ്പിൾ. എല്ലാരും പട്ടിണി കൊണ്ട് ചാകട്ടെ. ആകട്ടെ. അരി കുറച്ച് ഇവിടെ ഇരിക്കൊണ്ട് കാത്ത് എത്ര നാളെ ചാ കട മേടിക്കണത്? നോക്കി നടക്കാൻ. നിന്നെ നോക്കി നടന്ന ഞാൻ പാലത്ത്. എല്ലാരും നമ്പുறாங்க. ഓ, ദേ വരണ് തുറമുടിക്കാൻ ജനിച്ചവൻ. അയലന്തരത്തുകാരെ വെറുപ്പിച്ചിട്ടാവും വന്നേക്കാണ്. തുറക്കാര് പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കെട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത്? ഓടാ, പോയി വല്ല കടലിൽ ചാടി ചാക്. കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവാ. ഒന്ന് വിഷമിച്ച് കഴിയുമ്പോ എല്ലാരും കടലമ്മ വിളിക്കുമല്ല, അപ്പൊ ഒരു ചാകര കൊണ്ട് തരുകയും ചെയ്യും. ഈ തുറന്ന് മീനും കൊണ്ട് ഓട്ടം പോകാന്ന് ലോറൻസ് വിചാരിക്കണ്ടാ. ലോറി വല്ല മണലടിക്കാൻ പോണേണ് നല്ലത്. ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നെങ്കിൽ ആ എണ്ണം കെട്ടവൻ ഈ തുറയിന്ന് പോണം. അഭിപ്രായം പറയണ്ട. കാലങ്ങളായിട്ട് തുറലാശം പറഞ്ഞ ആശാന ചക്കരോട് തുറന്ന് പോണോന്ന് പറഞ്ഞാ പോണം. இது எல்லாமே இவங்க ஆளுங்க தானே. எல்லாரும் சேர்ந்து பிளான் பண்ணி தானே அப்படி பண்ணிருக்காங்க. ஒரு ஆக்ஷன் பிளாக் இருக்குன்னு நினைக்கிறேன். ഒരു ചായ. പാലില്ല. കട്ടൻ ചായ മതി. അതെ, ജീവാനൊന്നും തോന്നരുത്. തുറയിലാശാന്റെ വാക്ക് ധിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറന്ന് പച്ചവെള്ളമിൽ കൊടുത്തിരുന്ന. ஓ, ஒதுக்கி வச்சிட்டாங்க போல ஃபேமிலிய. எல்லாம் கொஞ்சம் டூ மச். இவரு தான் சும்மாவே ஏத்தி விடுவாரு. ഇവർക്ക് 2 in 1 റിവെഞ്ച് ആയിടുച്ചു. താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ചു. ഒന്ന് പച്ച പിടിച്ച് വന്നപ്പാ ഈ തുറ തന്നെ മുടിക്കാൻ പോവുകയാണല്ലേ. എന്റെ അച്ഛനൊക്കെ ഒന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം. ഇനി ആണും പെണ്ണും കെട്ടവൻ തന്റെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പുണ്ടാ? പോയി പെമ്പറനോത്തിയോട് അന്വേഷിച്ച് നോക്ക്. ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ താനങ്ങളല്ലേ. மறுபடியுமா? இந்த டைம் எக்ஸ்ட்ரீமா முடியாதுன்னு நினைக்கிறேன். നിന്റെ പിഴച്ച മോനെ വിളിച്ചോണ്ടി തുറന്നു പോയില്ലെങ്കിൽ രണ്ടിനെയും തല്ലിക്കൊന്ന് കടലെറി ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിന് വില കേൾപ്പിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. ഇവനീ തുറയുടെ ശാപം അല്ലെന്ന് ആശാനെല്ലാവരോടും വിളിച്ചു പറയണം. ഇവനെയും കൊണ്ട് എന്റെ മുന്നിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നണ? നാളെ നേരം വെളുക്കണതിന് മുമ്പ് നിങ്ങൾ തുറവിട്ട് പൊക്കോണം. ഇവരെ കരക്കാരിവനെ പുറംകടലിൽ കൊണ്ടുപോയി താത്തും. പിന്നെ മൂന്നാം പക്കം ഇവന്റെ ശവേ നിനക്ക് കിട്ടും. ആണും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാപം തന്നെ. പൊയ്ക്കോ, തുറവിട്ട് വേഗം പൊയ്ക്കോ. മാലു, ഞാൻ ഈ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് പറ മാലു. மாலு சதிச்சு சதிச்சும் இல்லடா. இந்த பீப்புள் வந்து அப்பாவை மீறி போற டைப் இல்ல ரெண்டு பேருமே. இதுல எங்க போய் சதிச்சும்? ஸ்டாண்ட் அப் பண்ணலனாவே சதிச்சுது. நோ, இந்த சிச்சுவேஷன்ல இல்ல.
വല്ല കാട്ടിലോ മലയിലോ എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. നീ എന്തെങ്കിലും ആവേണ്ടിരിക്കാണ്? വല്ല കെട്ടിപ്പറക്കാണ്ടെങ്കിൽ എടുത്ത് വെക്കടാ. വെട്ടം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പോവാം. ഈ തുറ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ഇല്ലേ? പിന്നെ നീ എന്താണ് ചാകാൻ തീരുമാനിച്ച? അങ്ങനെയാണ് വിധിങ്ങ. അങ്ങനെ എടി ശാന്ത വിവരത്തിന് പ്രാന്ത് പിടിച്ച ഈയുടെ ശവം നിന്റെ കൺമുമ്പിട്ട് തല്ലിക്കൊണ്ട് കാണാനുള്ള കരുത്തില്ലാത്തോണ്ട് പറയണം. ഞാൻ ആൺകുട്ടിയാണ്. എന്നെ ആര് പറഞ്ഞ്? എന്നിട്ട് നിന്റെ കൂടെ നടക്കുന്ന പെങ്കൊച്ചു പോലും പറഞ്ഞില്ല നീ ആണാണെന്ന്. എന്താ കടലും വീടേന്ന് മീൻ തരാൻ പറയടാ. നീ ശാപമെല്ലാം തെളിയിക്കാനായിട്ട് വള്ളം നിറച്ച് മീൻ തരാൻ പറ. നിങ്ങൾ വെറുതെ കുട കമ്മത്തി വെച്ച് വെള്ളം ഒഴിക്കണ എന്തിനാ? അവന്റെ തലയിൽ ഇപ്പൊ ഒന്നും കയറൂല. അവൻ വന്നോളും. എടാ നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ? തുറക്കാറ് തല്ലുകൊണ്ട് ചാകാൻ പോണ? നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ. എടാ തന്റെ തള്ളയും പറഞ്ഞ അനുസരണ വേണം. എന്റെ ഭഗവതി, ഇങ്ങനെ ആണും പെണ്ണും കെട്ട ഒരുത്തൻ ഈ കുടുംബത്തിൽ വന്ന് ஆஹா ഇത് மம்மி ചതിച്ചു. சொன்னதா இப்ப இதுதான் சதிச்சு. വെരി ബാഡ്. കടലമ്മയുടെ കൊട്ടാരത്തിൽ ചെന്ന് എന്ത് ചോദിച്ചാലും കടലമ്മ തരൂ. പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണ് വേണം. മാലു, ഓ മാലു, രാധ പൊക്കോ, അച്ഛനെങ്ങാനും കണ്ട. ഞാൻ പോവാണ് മാലു. എന്ത് ചോദിച്ചാലും കടലമ്മ തരുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലമ്മോട് ഒരു ചാകര ചോദിക്കും. വള്ളം നിറയെ മീൻ കൊണ്ടുവരികയും ചെയ്യും. ഇവർ മീൻ പിടിക്കാൻ പോരാതെ. കുട്ടിയെ തെളിയിക്കും. എനിക്ക് വേണ്ടി ഈ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ നീ ഉണ്ടാവോ മാലു? രാധ പൊക്കോ, ഈ കരയിൽ നിൽക്കണ്ട, ഇങ്ങോട്ടെങ്കിലും പൊക്കോ. இப்ப இவர் மட்டும் வரும்பொழுது போட்டு ஃபுல்லா ஃபிஷ் எடுத்துட்டு வந்தாருன்னா மாஸ் கரெக்டா? கரெக்ட். ஆனா நீ தமிழ் மூவி ஃபார்ம்ல இருந்து வா. அதுக்கு தான் போறாரு. போறாரு, நடக்கும். ஆனா இவங்களுக்காக அழுதுட்டு வெயிட் பண்றது யாரு? மம்மியா இருக்குமா? வேற யாரு இருக்க போறா? அட் எண்ட் ஆஃப் தி டே அதான் மாலு சதிச்சு மம்மி தான். எனக்கு இந்த சாங் பிடிச்சிருக்கு. கொஞ்சம் சாரோ கொஞ்சம் ஹோப். யாரு வெயிட் பண்றாங்களோ இல்லையோ சுகுமாரன் வெயிட் பண்ண போறான்னு நினைக்கிறேன். சுகுமாரன் ஐயோ ஏன் நீ சொன்ன மாதிரி அவங்க டிஸ்டர்ப் பண்ண வந்துட்டாங்கடா. ஆமா, கடல்லே வச்சு போடுதல பிளான் பண்ணிட்டாங்க. ஐயோ ஓ என்ன புளுபுரி போட்டு அதானே. നിന്നെ ഒതുങ്ങി ഒന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കാനാടാ. നിനക്ക് എന്റെ പെണ്ണിനെ വേണം അല്ലടാ. ஆஷி அங்கதான் பெரிய போட்டு வருது. கோஸ்டல் கார்டு தானே. கோஸ்டல் கார்டு தானே. பாவம் ஒரு ஃபர்ஸ்ட் டைம் இப்போ கடலுக்கு வந்தாரு போட்டானுங்க. இவர் ரொம்ப சின்ன அப்ரோச் பண்றாரு. யார் இவரு? அதான் மேபி இவர் தான் லைஃப்ல ஒரு டிரான்ஸ்ஃபர்மேஷன் கொடுக்க போறாரு நினைக்கிறேன். டிரான்ஸ்ஃபர்மேஷன் இவரா தான் இருக்கும்னு நினைக்கிறேன். இவர் ஏதோ பாண்டிச்சேரி கோவாக்கு இது போயிட்டாரு போலப்பா. கேரளாவா அந்த பக்கம் கோவா தான் போயிருப்பாரு நினைக்கிறேன். சிவிலைஸ்ட் another beach. லொகேஷன் போடல. அதானே. அப்ப இவங்க அவ்வளவு நாள் இருந்தது சிவிலைஸ்ட் இல்லையா? அதான் சிவிலைஸ்ட் another. எனக்கு கிட்டார் கத்துக்கணும் சார். ഓ വേണ്ടാത്ത കുറിച്ചൊക്കെ എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ട്. பாவனா தானே. ഒരുത്തൻ കടലിൽ ചാവാൻ കണ്ടാ ഇവർ സമാട്രിപ്പ് അവര്. അതിനയാളെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ സമാധാനം പറയണ്ടേ? ബെഞ്ചമിൻ സാഹിബ് ആള് കഞ്ചാവാണെങ്കിലും നല്ല ബെസ്റ്റ്. വീട്ടിലാവുമ്പോ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ ശല്യവും സഹിക്കണ്ടല്ലോ. ബോധം വന്നു കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടാവും. എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ. கேப்டன் கிளீட்டஸ் ஆடு 3ல வருவாங்க. ஆமா ஆமா அததான். ஓகே, இவங்க தான் அந்த டாக்டர் போல. இவங்க முத்தச்சின்னு நினைக்க போறாங்க. കടലമ്മ, എനിക്കൊരു വള്ളം നിറയെ മീൻ തരുമോ? എന്റെ മോനെ നല്ല മീൻ തരാം. ரொம்ப இன்னசென்ட்டா பேசுறாருல. അയില വേണോ? ஆமா രണ്ടും തരാം. ജീവനോടെ വേണോ ശവം വേണോ? கோல்டு ஃபிஷ் മത്തിയുടെ മോനെ. മത്തിയോടെ മോനെ. അയ്യോ, വലയിടാതെ മീൻ കിട്ടില്ല. നീ പോയിട്ട് നാളെ വാ.
അയ്യോ കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ, പിന്നെ ഈ മത്സ്യകനി ഞാനാ. ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. എന്തിന്? തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അമ്മാമേ അവിടെ ഞാൻ ഇറങ്ങിയിരുന്നേ പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വരാ, ഇത് നനച്ച. അയ്യോ ചങ്ങ. നീ ഏതാ? എന്താ നിന്റെ പേര്? രാധ. രാധയോ? രാധാകൃഷ്ണൻ. കൃഷ്ണനെ എന്തിനാ അവര് ഉപദ്രവിച്ചത്? நல்ல ஆக்ட் பண்ணிருக்காரு. நான் வந்து எல்லா சீனையும் ஒரு மாதிரி ஆச்சரியமா பார்த்துட்டு இருக்கேன் அவரோட எக்ஸ்பிரஷன்ஸ். அந்த ஃபெமினிட்டி மெயின்டைன் பண்றது கொஞ்சம் கஷ்டம் தான். அது பெண்களுக்கே வர்றது கஷ்டம். நம்ம அவர் கொஞ்சம் ஸ்ட்ராங் பில்டு, என்ன மாதிரி கொஞ்சம் என்னை விட அவர் கொஞ்சம் பெரிய பாடி தான் நினைக்கிறேன் அவர். அப்படிங்கிறப்போ அந்த ஃபெமினின் எனர்ஜி கொண்டு வரது கஷ்டம். அந்த சாங்ல போட்டாங்க பாரு. ஓகே, பார்ட் 2 இதோட ஸ்டார்ட் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பாய்.